ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മീരാമൃതം. ഇതൊരു ഇഞ്ചിക്കറിയാണ്, നല്ല നാടൻ ഇഞ്ചിക്കറി. നമുക്കിപ്പോൾ ഇഞ്ചിയൊക്കെ വില കുറവുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഇഞ്ചി ഒരുപാട് വാങ്ങിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ അത് അഴുകി നാശാവാതിരിക്കാൻ നമുക്ക് ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കിയാലേ നമുക്ക് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും, നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാനും പറ്റും. നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ ആ സദ്യകളിൽ മാത്രം കൂട്ടുന്നതാണല്ലോ ഇഞ്ചിക്കറി. ഇത് കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടും, ഭയങ്കര ഈസിയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ട്രിവാൻഡ്രം സ്പെഷ്യലാണ്. ഒരു പാൻ എടുത്ത് കുറച്ച് നല്ലെണ്ണ ഒഴിക്കണം, കുറച്ച് അധികമായിട്ട് തന്നെ ഇടണേ. എന്നിട്ട് അതിൽ ഇഞ്ചി ഒരേപോലെ നിറക്കണം, അതാണ് അതിൽ ഇമ്പോർട്ടൻറ്റ്. ഒരേപോലെ നിറക്കുക, നിറക്കിയിട്ട് നന്നായിട്ട് വഴറ്റണം. വഴറ്റി അതിൻ്റെ കളർ നന്നായിട്ട് ഒരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെ നന്നായിട്ട് തന്നെ വഴറ്റണം. ഇത് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. പണ്ടൊക്കെ ഇഞ്ചി കഴിക്കാൻ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമില്ലായ്മയാണ്, എരിവൊക്കെ ആയിരിക്കും, ഒരു ടേസ്റ്റും ഇല്ലാതെയാണ്. ട്രിവാൻഡ്രം സൈഡിലൊക്കെ ഇഞ്ചി സദ്യയിൽ കിട്ടുന്ന ഇഞ്ചി വന്നിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അത് കുട്ടികളൊക്കെ എടുക്കാറുണ്ട്, നല്ല ടേസ്റ്റാണ്. അതിന് ചെറിയ ട്രിക്കൊക്കെ ഉണ്ട്. ഇത് നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക, നമ്മളെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നന്നായിട്ട് വറുത്ത ശേഷം അതിൽ ഇച്ചിരി മുളക് വറ്റൽ മുളകുണ്ടല്ലോ, അത് കുറച്ച് ഇടണം. ഇതാണ് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മുളക് വറ്റൽ ഒരു 6-7 എണ്ണമെങ്കിലും ഇടണേ. എന്നിട്ട് നല്ല കൊത്തമല്ലി, മുഴു കൊത്തമല്ലി, പിന്നെ ഉലുവ കുറച്ച്, പിന്നെ ജീരകം, ഇത്രയും ഇട്ട് കുറച്ചുകൂടെ വഴറ്റണം. ഒരു സ്മെല്ലൊക്കെ മാറി ചെറുതായിട്ടൊക്കെ മുറുകുമ്പോഴത്തേക്കും അത് കോരി മാറ്റി മിക്സി ജാറിലാക്കുക. മിക്സി ജാറിൽ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പുളി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് അരയ്ക്കുവേ. അതാകുമ്പോഴത്തേക്ക് പുളി കറക്റ്റ് അരയ്ക്കും, നമുക്ക് ആവശ്യത്തിന് പുളി എടുത്താൽ മതിയല്ലോ. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ നമ്മൾ കടുക് താളിക്കണം. വറ്റൽമുളക് ഇട്ട്, കടുക് ഇട്ട്, കരുവേപ്പില ഇട്ട് കടുക് താളിച്ചിട്ട് ഈ കൂട്ട് പാനിൽ ഒഴിച്ചിട്ട് മിക്സിക്കകത്ത് കുറച്ച് ബാലൻസ് കാണുമല്ലോ, വെള്ളമൊക്കെ ചേർത്ത് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി ആ മിക്സി ജാറും കൂടെ കഴുകി അതിൻ്റെ അകത്ത് ഒഴിക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇടണം. ഇപ്പോൾ നമുക്ക് ഉപ്പും പുളിയൊക്കെ ആവശ്യത്തിനുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തോളണേ. കുറച്ചുകൂടെയൊക്കെ ഉപ്പ് ഇടേണ്ടി വരും മിക്കവാറും. എന്നിട്ട് തിളയ്ക്കണം. തിളച്ച ശേഷം ഇതാണ് നമ്മുടെ ട്രിക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഷുഗറാണ്. ഷുഗറോ അല്ലെങ്കിൽ ജാഗ്രി ഇടാം, ജാഗ്രിയൊക്കെയാണ് നല്ലത്. എൻ്റെ അമ്മയൊക്കെ ജാഗ്രിയാണ് ഇടുന്നത്. ഇട്ട് അപ്പോഴത്തേക്ക് അതിൻ്റെ ജാഗ്രിയുടെ കളർ കിട്ടും. എൻ്റെ വീട്ടിൽ ജാഗ്രി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ബ്രൗൺ ഷുഗറാണ് വെച്ചത്. അതും കൂടെ ഇട്ട് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് വറ്റുമ്പോഴത്തേക്കും നല്ല ഒരു കളർ വന്നോളും ഓട്ടോമാറ്റിക്കലി. അത് നന്നായിട്ട് വറ്റി എണ്ണ തെളിയണം. എണ്ണ തെളിഞ്ഞ ശേഷം അതങ്ങ് കോരി മാറ്റുക. ഇത് നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം, നമ്മളെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.